വീട്ടിൻ്റെ അടുക്കളയിലൊന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ബേക്കിംഗ് സോഡ കാണാം. അത് നിങ്ങൾക്ക് രുചിയുള്ളൊരു ബ്രെഡോ ഒരു കേക്കോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ബേക്കിംഗ് സോഡക്ക്. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ പാചക സോഡ ഇതൊരു നേച്ചുറലായിട്ടുള്ള ഒരു സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ഒരു സാൾട്ടാണ്. കുറച്ചൊരു ആൽക്കലൈൻ ഭാവത്തിലുള്ള ഒരു നേച്ചുറൽ സാൾട്ട്. ഇപ്പോൾ നമ്മളൊരു കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കേക്കിനെ ഇങ്ങനെ പൊങ്ങിയിട്ട് നല്ല അതിന് രൂപവും ഭാവമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഗുണം അതിലൊന്നും ഒതുങ്ങൂല കേട്ടോ. കുട്ടികൾക്ക് ഡയാപ്പർ ഉപയോഗിച്ചിട്ട് റാഷൊക്കെ വരാറുണ്ടല്ലോ ഇതിന്. പിന്നെ സൂര്യാഘാതം ഏറ്റിക്കഴിഞ്ഞാൽ പൊള്ളിയാൽ അതിന് സൺബേൺ. പിന്നെ എന്തെങ്കിലും കീടങ്ങളൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ ഇതിനൊക്കെ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ഈ ബേക്കിംഗ് സോഡ. ശക്തമായിട്ട് നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഇങ്ങനെ ഗ്യാസ് മുതലോട് തേട്ടി വരുന്ന ആൾക്കാർക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളെ വയറ്റിലെ അല്ലെങ്കിൽ ഈ ആമാശയത്തിലെ ആ ആസിഡിറ്റിയെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. കാരണം ഇത് കുറച്ചൊരു ആൽക്കലൈൻ ആണല്ലോ. 2009 നടത്തിയൊരു പഠനം ബോധിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ബേക്കിംഗ് സോഡ കുറച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കിഡ്നി രോഗങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നത് തടയുമെന്നാണ്. പക്ഷെ ഇത് നിങ്ങൾ കിഡ്നി രോഗികൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങോട്ട് എടുത്ത് കഴിക്കരുത്. നിങ്ങൾ കാണുന്ന നെഫ്രോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ. ഈ ഒരു ബേക്കിംഗ് സോഡ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് ഡിയോഡ്രൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ പല്ലിനെ വൈറ്റൻ ചെയ്യാൻ വേണ്ടി, വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ കാല് ശുചിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ബ്ലഡ് പ്രഷറുള്ള ആൾക്കാരാണെങ്കിലും സോഡിയം നിയന്ത്രിക്കാൻ ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ.